മച്ചന്മാരൊരു കിഡിലൻ ഓഫർ ഇവിടെ വടക്കാഞ്ചേരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാക്ക് ടു സ്കൂളിന്റെ നമ്മുടെ ചങ്ങാതിമാർക്ക് ഒരു കിഡിലൻ ഓഫർ. 99 രൂപയ്ക്ക് 1 കിലോ നോട്ട് ബുക്ക്. ഇനി തീർന്നില്ല കേട്ടാ, 500 രൂപയ്ക്ക് കിഡിലൻ ഓഫർ കേട്ടോ. 1 2 20 നോട്ട് ബുക്ക്. നമ്മുടെ ക്ലാസ്മേറ്റ്സ് നോട്ട് ബുക്ക് ഉണ്ടല്ലോ, അതൊക്കെ 15% ഡിസ്കൗണ്ട്. തീർന്നില്ല കേട്ടോ, ഓഫറുകളുടെ പിന്നാലെ വരുന്നുണ്ട്. കഴിഞ്ഞില്ല കേട്ടോ, നമ്മുടെ പെൻസിൽ ബോക്സിന്റെ വില കേട്ടാ ഞെട്ടിപ്പോട്ടോ. 5 രൂപ മുതൽ മഴ കുട. അപ്പൊ കുടയുടെ കാര്യം പറഞ്ഞാൽ പറയേ വേണ്ട, ഒന്നെടുത്താൽ അതാ ഒന്ന് ഫ്രീ. വിവിധ നിറത്തിലും ഗുണമേന്മയുള്ള 5000-ലധികം സ്കൂൾ ബാഗുകൾ. അതിന്റെ വില കേട്ടാ ഞെട്ടിപ്പോവും. 50 രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങും. കഴിഞ്ഞില്ല മച്ചാമാരെ, വിദേശ നിർമ്മിത ബ്രാൻഡഡ് ബാഗുകൾ, അതും വിലക്കുറവില്. ടിഫിൻ ബോക്സുകളുടെ കാര്യം പറയേ വേണ്ട കേട്ടോ, ഒന്നെടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആണ്. നമ്മുടെ നോട്ട് ബുക്കുകളൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കാനായിട്ടേ വിലയൊന്നും അധികം വേണ്ട കേട്ടോ, ഒന്നെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ്. 1500 രൂപയുടെ ഓരോ പർച്ചേസിനും സ്മാർട്ട് വാച്ചുകൾ ഫ്രീ ആണത്രേ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിന് സമീപം സെറ ബാഗ്സ് ആണ്. അപ്പൊ സ്റ്റോക്ക് തീരും വരെയാണ്, വേഗം സ്റ്റോക്ക് തീരും, അതുകൊണ്ട് വെച്ച് പിടിച്ചോ. ലാഭം എന്ന് പറഞ്ഞാൽ കിടിലൻ ലാഭമാണ് കേട്ടോ. പുതിയ KPCC നേതൃത്വത്തെ സ്വാഗതം ചെയ്തും മുൻ നേതൃത്വത്തെ അഭിനന്ദിച്ചും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ശക്തമായ പോരാളിയെ പോലെ കോൺഗ്രസിന് നേതൃത്വം നൽകിയയാളെന്ന നിലയിൽ സുധാകരന്റെ പ്രവർത്തനങ്ങളെ എക്കാലത്തും ഓർമ്മിക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. KPCC പ്രസിഡന്റ് ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞ K സുധാകരന്റെ സംഭാവനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു KC വേണുഗോപാൽ ഇന്ദിരാഭവനിലെ ചുമതല കൈമാറുന്ന പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. മുഖവുരയില്ലാത്ത നേതാവാണ് പുതുതായി ചുമതലയേറ്റ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നും അദ്ദേഹം പറഞ്ഞു. സണ്ണി ജോസഫ് സൗമ്യനും മൃദു സമീപനമുള്ളയാളും ആശയങ്ങളിലും നിലപാടിലും അടിയുറച്ചു നിൽക്കുന്ന പോരാളിയാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. UDF കൺവീനറായി MM ഹസൻ നന്നായി പ്രവർത്തിച്ചെന്നും KC വേണുഗോപാൽ അഭിനന്ദിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിൽ കടന്നു ചെന്ന് നേരിടാൻ കഴിയുന്ന ധീരനായ ഒരു നേതാവിനെ തന്നെ ചുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതിലൂടെ UDF അടൂർ പ്രകാശിൽ ഭദ്രമാണെന്ന് അഭിമാനിക്കാമെന്ന് പുതുതായി ചുമതലയേൽക്കുന്ന അടൂർ പ്രകാശിനെയും അഭിനന്ദിച്ചു. ചുമതല ഒഴിയുന്ന 3 വർക്കിംഗ് പ്രസിഡന്റുമാർ മിടുക്കന്മാരായിരുന്നു. അവർ 3 പേരും മാറി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ വന്നത് കേരളത്തിലെ കോൺഗ്രസുകാർ മനസ്സിൽ താലോലിക്കുന്നവരാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന് എല്ലാ കാലത്തും ഒരു ടീം വർക്കിലൂടെയേ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടേത് സീരിയസ് ലക്ഷ്യമാണ്. 2025 നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെയും UDFനെയും വിജയിപ്പിക്കുക എന്നുള്ള ഭാരിച്ച ദൗത്യത്തിലേക്ക് ഇന്ന് ഈ ഇന്ദിരാഭവനിൽ നിന്നും കൂടുതൽ ക്രിയാത്മകമായി മുന്നോട്ടു പോകുകയാണ്. ടീം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. ലക്ഷ്യം ഒന്നു മാത്രമാണ്, ടീമും നിരയും യോജിക്കും, KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസുകാർക്ക് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മടുത്തൊരു ഭരണമാണ് കേരളത്തിലേതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു ടീമായി വിജയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഒരു നിമിഷം പോലും പാഴാക്കാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ അടുത്ത സർക്കാർ UDF സർക്കാർ ആയിരിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. എന്റെ കാര്യമല്ല നമ്മുടെ കാര്യം, എന്റെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം, എന്റെ ചിന്താഗതിയല്ല നമ്മുടെ ചിന്താഗതിയാണ് ഉണ്ടാകേണ്ടത്. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല, പാർട്ടിയില്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യമാണെന്ന് മുൻകാല അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും KC വേണുഗോപാൽ പ്രതികരിച്ചു. സൈന്യത്തിന്റെ കൂടെയാണ് കോൺഗ്രസ് എന്നും എന്നാൽ ഇനി ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രം ഷിംല കരാർ ലംഘിച്ചോ എന്ന് ചോദിച്ച KC വേണുഗോപാൽ അടിയന്തരമായി പാർലമെന്റ് വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.